അനന്തകൃഷ്ണമായുള്ള തെളിവെടുപ്പ് കൊച്ചിയിൽ തുടരുകയാണ്. NGO കോൺഫറൻഷൻ ഓഫീസിലേക്ക് എത്തിച്ചാണ് തെളിവെടുപ്പ്. വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്നതാണ് അനന്തുവിന്റെ പ്രതികരണം. NGO കോൺഫെഡറേഷൻ ആരംഭിച്ചതും 200-ലധികം സംഘടനകളിലേക്ക് വന്നത് കൺസൾട്ടിംഗ് ഏജൻസിയെ ചുമതലപ്പെടുത്തിയത് അതിൽ വ്യക്തമാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ പൈസ കൊടുത്തിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്ക് പൈസ പേര് പറയുന്നില്ല. അന്വേഷണത്തിന് ഘട്ടത്തിൽ വ്യക്തമാവും. AN രാധാകൃഷ്ണൻ ജി ഇതിന്റെ ഫൈൽ എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി പിന്നിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ പല രാഷ്ട്രീയ നേതാക്കളുടെ പേര് പരാമർശിച്ച് തന്നെ ചോദ്യവും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ആ ഭാഗത്തെ മറുപടി അത്ര വ്യക്തവുമായില്ല. എന്തൊക്കെയാണ് പറഞ്ഞത്? രതീഷെ, അനന്തകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് താൻ പണം കൊടുത്തിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ താൻ ഇപ്പോൾ പറയുന്നില്ല. അക്കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ വെളിവാകട്ടെ. ഇതാണ് അനന്തകൃഷ്ണന്റെ പ്രതികരണം. അതായത് നമ്മൾ നേരത്തെ നൽകിയ വാർത്തകളൊക്കെ തന്നെ അനന്തകൃഷ്ണൻ സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. താൻ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട്. KN ആനന്ദകുമാറിന് പണം നൽകിയിട്ടുണ്ട്. തന്നെ ഈ പദ്ധതി നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയത് നാഷണൽ NGO കോൺഫെഡറേഷനാണ്. അതിന് വ്യക്തമായ രേഖയുണ്ട്. അതായത് നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക് ചെയ്തതാണ്. ഇതിനൊരു ബൈലോയുണ്ട്. ആ ബൈലോ പ്രകാരം നാഷണൽ NGO കോൺഫെഡറേഷനാണ് ഈ പാതി വിലയ്ക്ക് സ്കൂട്ടറും തയ്യൽ മെഷീനും ലാപ്ടോപ്പും ഒക്കെ വിതരണം ചെയ്യുന്ന ആ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള പൂർണ്ണ ചുമതല. അതായത് ഈ തട്ടിപ്പിന്റെ കൂടുതൽ വ്യക്തമായ ചിത്രം ഈ പ്രതികരണത്തോടു കൂടി വരികയാണ്. രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പിന്നിൽ റിപ്പോർട്ട് ചെയ്തത് ഈ നിരവധി രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയിട്ടുണ്ട്. നാഷണൽ NGO കോൺഫെഡറേഷൻ ഇയാളെ ചുമതലപ്പെടുത്തിയതിന് രേഖയുണ്ട് എന്നതാണ്. അക്കാര്യം അടക്കം സ്ഥിരീകരിച്ചുകൊണ്ടാണ് ഈ പ്രതികരണം വരുന്നത് അല്ലേ? രതീഷ്, എല്ലാ കാര്യങ്ങളും സ്ഥിരീകരിച്ചുകൊണ്ടുള്ള പ്രതികരണം. അതായത് നമ്മൾ എന്തൊക്കെയാണോ വാർത്ത നൽകിയത് അതെല്ലാം പൂർണ്ണമായും ശരിയാണ് എന്നതാണ് അനന്തകൃഷ്ണന്റെ പ്രതികരണത്തിലൂടെ വരുന്നത്. ഇതിൽ നാഷണൽ NGO കോൺഫെഡറേഷന്റെ എന്താണ് ബന്ധം, ആ നാഷണൽ NGO കോൺഫെഡറേഷനുമായി താൻ ഏത് രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെയാണ് തന്നെ ഈ പദ്ധതി നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയത്, അതിൽ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം, ആർക്കൊക്കെ പണം നൽകി, ഈ വിവരങ്ങളെല്ലാം തന്നെയാണ് അനന്തകൃഷ്ണൻ വിശദീകരിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്നത് അനന്തകൃഷ്ണൻ ഇപ്പോൾ പുറത്തേക്ക് പറയുന്നില്ല. അതെല്ലാം അന്വേഷണത്തിന്റെ ഭാഗമായി വരട്ടെ എന്നതാണ് അനന്തകൃഷ്ണന്റെ നിലപാട്. രാഷ്ട്രീയക്കാർക്ക് താൻ പണം നൽകിയിട്ടുണ്ട്. ആ വിവരങ്ങൾ കൃത്യമായും പോലീസിന് കൈമാറിയിട്ടുണ്ട്. രേഖകൾ പോലീസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണത്തിലൂടെ ആ രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം പേര് വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ അനന്തകൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത്, ഈ വാർത്തകളെല്ലാം സ്ഥിരീകരിച്ച് അനന്തകൃഷ്ണൻ മുന്നോട്ട് വരുമ്പോൾ എല്ലാത്തിനും രേഖകളുണ്ട്. തന്നെ ആരാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ചുമതലപ്പെടുത്തിയത് അതിന് കൃത്യമായ രേഖയുണ്ട്. അതോടൊപ്പം തന്നെ താൻ ആർക്കൊക്കെ പണം കൊടുത്തു അതിന് കൃത്യമായ രേഖയുണ്ട് എന്നത് ഇപ്പോൾ അനന്തകൃഷ്ണൻ സ്ഥിരീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ AN രാധാകൃഷ്ണനുമായി ബന്ധം സംബന്ധിച്ച ചോദ്യങ്ങളും മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അതിനിപ്പോൾ അനന്തകൃഷ്ണൻ നൽകിയിരിക്കുന്ന മറുപടി എന്നത് AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന സംഘടന അത് ഒരു ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആയിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ അനന്തകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. അതായത് നാഷണൽ NGO കോൺഫെഡറേഷനുമായി ബന്ധപ്പെട്ട AN രാധാകൃഷ്ണന് നേരിട്ട് ബന്ധം ഇല്ല എന്നതാണ് അനന്തകൃഷ്ണൻ പറയുന്നത്. പക്ഷേ തന്റെ പാതിവില സ്കൂട്ടർ പദ്ധതിയും പാതിവിലയ്ക്ക് ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഒക്കെ വിതരണം ചെയ്യുന്ന പദ്ധതി നടപ്പാക്കുന്ന ഒരു ഏജൻസിയാണ്, ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ് AN രാധാകൃഷ്ണന്റെ സയൻസ് സൊസൈറ്റി എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇനി സയൻസ് സൊസൈറ്റി ആർക്കൊക്കെ നിന്ന് പണം വാങ്ങി അതൊക്കെയാണ് ഇനി പുറത്തേക്ക് വരാനുള്ള കാര്യം. ശരി, നിരവധി രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട്. അതിനെല്ലാം തെളിവുണ്ട്, അന്വേഷണത്തിൽ വ്യക്തമാകുമെന്ന് പറഞ്ഞു. ആ പ്രതികരണം ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. NGO കോൺഫെഡറേഷൻ ആരംഭിച്ചതും 200-ലധികം സംഘടനകളിലേക്ക് വന്നത് കൺസൾട്ടിംഗ് ഏജൻസിയെ ചുമതലപ്പെടുത്തിയത് അതിൽ വ്യക്തമാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ പൈസ കൊടുത്തിട്ടുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾക്ക് പൈസ പേര് പറയുന്നില്ല. അന്വേഷണത്തിന് ഘട്ടത്തിൽ വ്യക്തമാവും. AN രാധാകൃഷ്ണൻ ജി ഇതിന്റെ ഫൈൽ എന്ന് പറയുന്ന സംഘടന ഇതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി
അനന്തകൃഷ്ണന്റെ പ്രതികരണമാണ് കണ്ടത്. എൻ രാധാകൃഷ്ണന് പണം നൽകിയിട്ടുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ് എന്നാണ് പറഞ്ഞത്. അതിന് മുൻപ് വിശദീകരിച്ചത് വിവിധ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്നതാണ്. അക്കാര്യമൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാകും. എല്ലാത്തിനും തെളിവുണ്ട് എന്നാണ് പറയുന്നത്.